ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററാണ്. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയാണ്, Q2/2C എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അതായത് നമ്മളിപ്പോൾ ഒരു കപ്പാസിറ്ററിൽ ഫുള്ള് ചാർജ് ആവാൻ വേണ്ടി ബാറ്ററി വർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിന് ഫുള്ള് ചാർജ് ആവാൻ, അപ്പോൾ ഇതിനകത്തുള്ള ടോട്ടൽ ചാർജാണ് ക്യാപിറ്റൽ Q. ഓക്കെ, അപ്പോൾ ഇതാണ് എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഇനി എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? അപ്പോൾ അത് ചാർജാണ് അല്ലേ. ഇനി ചാർജ് ഡെവലപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക? ചാർജ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ദിസ് ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ എനർജി ഈസ് സ്റ്റോർഡ്, ഒരു പോയിൻ്റാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ എനർജി സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താ പറയുക, ഇതിന് ഈ പ്ലേറ്റുകൾക്ക് ചാർജ് കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന സംഭവം ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പിന്നെ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അത് ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ആയിരിക്കും ഫുള്ള് ചാർജ് ആയാൽ. അപ്പോൾ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഓക്കെ, ഇനി ഇത് എനർജി സ്റ്റോർഡിൻ്റെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റുകയാണ്. നമുക്കറിയാം C = Q/V അല്ലേ. C = Q/V അല്ലെങ്കിൽ Q = CV അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ ഒന്നുകിൽ Qന് പകരം CV കൊടുക്കുക, Qന് പകരം CV, അല്ലെങ്കിൽ Cക്ക് പകരം Q/V കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ = Q². Q² എന്ന് പറയുമ്പോൾ Qന് പകരം CV, അപ്പോൾ Q² എന്ന് പറയുമ്പോൾ CV²/2C. സോ C² V² / 2C. C ക്യാൻസൽ, ഒരു C ബാക്കിയുണ്ട്, അപ്പോൾ ½ CV² വരും. ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഒരു ഇക്വേഷൻ, ½ CV². ഒന്ന് Q²/2C, പിന്നെ ½ CV². പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ, ഇപ്പം നമ്മൾ Qന് പകരം CV കൊടുത്തു അല്ലേ. ഇനി അതങ്ങനെ തന്നെ നോട്ടെ, Q അവിടെ നിന്നോട്ടെ, നമ്മൾ Cന് പകരം C മാറ്റുക, Cക്ക് പകരം Q/V കൊടുക്കുക. അപ്പോൾ എന്താവും? Q² / 2 × C. Cക്ക് പകരം Q/V. ഓക്കെ, Q ക്യാൻസൽ. അപ്പോൾ ഈ V മുകളിലേക്ക് പോയാൽ എന്താവും? QV/2 വരും അല്ലേ. QV/2 ½ QV എന്ന് വരും അല്ലേ, ½ QV വരും. ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ 3 ഇക്വേഷൻ, 3 ബൈ ഹാർട്ട് ആയിരിക്കണം. ഒന്ന് Q²/2C, പിന്നെ ½ CV², പിന്നെ ½ QV. ഓക്കെ, അപ്പോൾ ഇതിൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ 3 ഇക്വേഷൻ എന്തൊക്കെയാണ്? ഒന്ന് Q²/2C, പിന്നെ ½ CV², പിന്നെ ½ QV. ഇതാണ് ഇക്വേഷൻസ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ദിസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് Q ആൻഡ് C. ഇത് C ആൻഡ് V, ഇത് Q ആൻഡ് V. ഇൻ ടേംസ് ഓഫ് Q ആൻഡ് V. അങ്ങനെയാണ് 3 ഇക്വേഷൻ ഉള്ളത്. ഇതിൽ നമ്മൾ പറഞ്ഞു ശരിക്കും എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എങ്ങനെയാണ്? എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൽ കംപ്ലീറ്റ് ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, ഇതിൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബാറ്ററി ചെയ്ത വർക്ക് എന്നല്ലേ പറഞ്ഞത്. ബാറ്ററി ചെയ്ത വർക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് നമ്മൾ പറഞ്ഞത്. ശരിക്ക് ബാറ്ററി ചെയ്യുന്ന വർക്ക് എത്രയാണ്? ശരിക്ക് ബാറ്ററി ചെയ്യുന്ന വർക്ക് നമ്മളിങ്ങനെയല്ലേ പഠിച്ചത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് = W/Q. പൊട്ടൻഷ്യൽ ഡിഫറൻസ് W/Q എടുത്താൽ, ക്യാപിറ്റൽ Q എടുക്കാൻ കാരണം ഇതിലുള്ള ഫുൾ ചാർജ് ആവാൻ വേണ്ടി, അങ്ങനെയല്ലേ പറഞ്ഞത്, ഫുൾ ചാർജ് ആവാൻ വേണ്ടി ബാറ്ററി ചെയ്ത വർക്ക് എന്നല്ലേ പറഞ്ഞത്. ഇനി ഫുള്ള് ചാർജ് ആയാൽ പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? V എന്ന് പറഞ്ഞാൽ ബാറ്ററീൻ്റെ V = W/Q നിർത്താൻ. ക്യാപിറ്റൽ Q ടോട്ടൽ ചാർജ്, അപ്പോൾ W = QV എന്നല്ലേ വരിക. W = QV എന്നാണ് വരിക. അപ്പോൾ ശരിക്കും ഇതാണ് W, ഇത് ടോട്ടൽ ചാർജ്. അപ്പോൾ ടോട്ടൽ ചാർജ് അല്ലേ ക്യാപിറ്റൽ Q, ഇതിലുള്ള ടോട്ടൽ ചാർജ് അല്ലേ ക്യാപിറ്റൽ Q. അപ്പോൾ ടോട്ടൽ ചാർജ് ആവാൻ വേണ്ടി ബാറ്ററി ചെയ്ത വർക്ക്. അപ്പോൾ ഇതാണ് ശരിക്ക് വർക്ക് ഡൺ ബൈ ബാറ്ററി. നമ്മളെന്താ പറഞ്ഞത്? ഇങ്ങനെയാണ് പറഞ്ഞത്, വർക്ക് ഡൺ ബൈ ബാറ്ററി ആണ് ബാറ്ററി ചെയ്ത വർക്ക് ഡൺ ബൈ ബാറ്ററി ആണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്നല്ലേ പഠിഞ്ഞത്. പക്ഷേ നമ്മൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എത്രയാണ്? ഈ ഇക്വേഷൻ നോക്കും, 3 ഇക്വേഷൻ ഉണ്ട്, അതിൽ ഇതെടുക്കും, ½ QV. ഇതാണ് വർക്ക് ഡൺ ബൈ ബാറ്ററി. അപ്പോൾ വർക്ക് ഡൺ ബൈ ബാറ്ററി എത്രയാണ്? QV. വർക്ക് ഡൺ ബൈ ബാറ്ററി QV ആണ്. നമ്മൾ പറഞ്ഞെന്താ, വർക്ക് ഡൺ ബൈ ബാറ്ററി ആണ്
എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്നാണ് പറഞ്ഞത്. പക്ഷേ വർക്ക് ഡൺ ബൈ ബാറ്ററി ക്യൂ വി ആണ്. പക്ഷേ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഹാഫ് ക്യൂ വി ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ബാറ്ററി ചെയ്ത വർക്ക് ഡൺ ബൈ ബാറ്ററി ചെയ്ത വർക്കിൻ്റെ പകുതിയാണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആകുന്നുള്ളൂ. ബാക്കി പകുതി അവിടെ പോയി. ബാക്കി പകുതി എന്ന് പറയുമ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് എനർജി ഉണ്ടാവും. അതുപോലെ ലൈറ്റ് എനർജി ഉണ്ടാവാം. ഇതൊക്കെ എനർജി ലോസ് ആണല്ലേ, എനർജി ലോസ് ആണ്. അപ്പോൾ ബാറ്ററി ചെയ്ത വർക്ക് ഡൺ ബൈ ബാറ്ററി എന്ന് പറയുന്നത് ശരിക്കും ഇത്രയാണ്. ഇതിൻ്റെ പകുതി ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും ഒക്കെ ലോസ് ആവും. കാരണം ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഹീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ലോസ് ആവും. അപ്പോൾ വർക്ക് ഡൺ ബൈ ബാറ്ററിയുടെ ഇതിൻ്റെ പകുതി ഇങ്ങനെ എനർജി ലോസ് ആവും. ബാക്കി പകുതിയാണ് ഹാഫ് ക്യൂ വി. അതാണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ യു, അത് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ബൈ ബാറ്ററി. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ബൈ വർക്ക് ഡൺ ബൈ ബാറ്ററി. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എത്രയാ? ഹാഫ് ക്യൂ വി ഡിവൈഡ് ബൈ വർക്ക് ഡൺ ബൈ ബാറ്ററി. വർക്ക് ഡൺ ബൈ ബാറ്ററി എത്രയാ? ക്യൂ വി. സോ ദ റേഷ്യോ ഈസ് ഹാഫ്, 1/2. എന്നുവെച്ചാൽ മനസ്സിലാക്കുക, വർക്ക് ഡൺ ബൈ ബാറ്ററി ചെയ്യുന്ന വർക്കിൻ്റെ പകുതി മാത്രമേ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആകുന്നുള്ളൂ. ബാക്കി പകുതി ഇങ്ങനെ ഹീറ്റും ലൈറ്റൊക്കെ ആയിട്ട് ലോസ് ആവും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, എനർജി ഡെൻസിറ്റി. denoted by U bar. Energy density. ഓക്കെ, അപ്പോൾ നമ്മളൊരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്തു. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞു ബൈ കണക്റ്റിംഗ് ഇറ്റ് വിത്ത് എ ബാറ്ററി. അപ്പോൾ ചാർജ്ഡ് ആണ്. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ ഇതാ യു, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ പെർ യൂണിറ്റ് വോളിയം ഓഫ് കപ്പാസിറ്റർ. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ബൈ വോളിയം ഓഫ് കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് കപ്പാസിറ്റർ. എനർജി ബൈ വോളിയം. ദിസ് ഈസ് കോൾഡ് എനർജി ഡെൻസിറ്റി. ഓക്കെ, സോ അപ്പോൾ എനർജി ഡെൻസിറ്റിക്ക് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ അല്ലേ നമുക്ക് ഫസ്റ്റ് വേണ്ടത്. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ 3 ഇക്വേഷൻ ഉണ്ട് അല്ലേ. അതിൽ ഞാൻ ഈ ഇക്വേഷൻ എടുക്കുന്നു, ഹാഫ് CV സ്ക്വയർ. സോ ഹാഫ് CV സ്ക്വയർ ഡിവൈഡ് ബൈ യു, എനർജി സ്റ്റോർഡ് ഹാഫ് CV സ്ക്വയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് കപ്പാസിറ്ററിൻ്റെ വോളിയം. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലേറ്റിൻ്റെ ഏരിയ എത്രയാണ്? A. ഇതിൻ്റെ ഏരിയ A, ഇതിൻ്റെ ഏരിയ ഇത് ഡിസ്റ്റൻസും. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്താ വരിക? വോളിയം എന്ന് പറയുമ്പോൾ അല്ലേ, ഇതിൻ്റെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, A ഇൻറ്റു D, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരിക്കും വോളിയം. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് A ഇൻറ്റു D ആണ് വരിക, A ഇൻറ്റു D. ഓക്കെ, സോ U ബാർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ് അല്ലേ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയം ഒന്നുമില്ലേ, ഫ്രീ സ്പേസാണ്. മീഡിയം ഉണ്ടെങ്കിൽ K എപ്സിലോൺ 0 A/D. ഡൈലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ K എപ്സിലോൺ 0 A/D. അല്ലെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല അപ്സിലോൺ 0 A/D എന്നല്ലേ. കപ്പാസിറ്റൻസ് അപ്സിലോൺ 0 A/D അല്ലേ, അപ്സിലോൺ 0 A/D. മീഡിയം ഉണ്ടെങ്കിൽ, ഡൈലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ K എപ്സിലോൺ 0 A/D ഇൻറ്റു V സ്ക്വയർ ഡിവൈഡ് ബൈ AD. ഇതിനല്ലേ ഉള്ളത്. സോ A ആൻഡ് A ക്യാൻസൽ. സോ U ബാർ ഈക്വൽ ടു ഹാഫ് അപ്സിലോൺ 0 V സ്ക്വയർ ബൈ D സ്ക്വയർ എന്ന് പറഞ്ഞാൽ V ബൈ D ഹോൾ സ്ക്വയർ. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. കപ്പാസിറ്ററിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയും കപ്പാസിറ്ററിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/ε0 അല്ലേ. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ കംപ്ലീറ്റ് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും, എല്ലാവരുടെയും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിസ്റ്റൻസ് എടുത്താൽ ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു V/d വരും. അപ്പോൾ V/d എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡാണ്. സോ U bar equal to half ε0 V/d. V/d is the electric field. So it is the electric field. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ക്വയർ U bar. ഓക്കെ, ഈ ഇക്വേഷൻ ഇത് ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കപ്പാസിറ്ററിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോമാണ്. അപ്പോൾ ഇത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇത് എനർജി ഡെൻസിറ്റി അല്ലേ. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ വോളിയം അല്ലേ. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ വോളിയം. ഇഫ് ഇത് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ യൂണിഫോം, ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിലോ, ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ ഇത് എനർജി ഡെൻസിറ്റി അല്ലേ. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ വോളിയം. അപ്പോൾ നോൺ യൂണിഫോം ആണെങ്കിൽ ഇങ്ങനെ എടുക്കണം, ഇത് എനർജി പെർ വോളിയം അല്ലേ. അപ്പോൾ നോൺ യൂണിഫോം ആണെങ്കിൽ du/dv എടുക്കണം. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ വോളിയം, എനർജി ഡെൻസിറ്റി. ഓക്കെ, ഈക്വൽ ടു ഹാഫ് ε0 E സ്ക്വയർ വരും, E സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് du എന്ത് വരും? du ഇത് എനർജി ഡെൻസിറ്റി, എനർജി പെർ വോളിയം ആ രൂപത്തിൽ ഇങ്ങനെ എഴുതി. അങ്ങനെ dv അങ്ങോട്ട് എടുത്തു. അപ്പോൾ dv അങ്ങോട്ട് എടുത്താൽ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ അല്ലേ, ഇവിടെ dv വന്നു. ഇത് du എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോറിങ് കപ്പാസിറ്റി. അപ്പോൾ ടോട്ടൽ എനർജി കാണണമെങ്കിൽ U കാണണമെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ du. ഓക്കെ, ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോമാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻസ് പുറത്തെടുക്കാം. അപ്പോൾ ഹാഫ് ε0 പുറത്തെടുക്കാം, കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിലാണ് ഈ മെത്തേഡ് പറഞ്ഞത്. ദിസ് ഈസ് ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമാണ്. ഹിയർ ദിസ് ഇക്വേഷൻ വി ക്യാൻ യൂസ് ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ യൂണിഫോം. അപ്പോൾ ഹാഫ് ε0 പുറത്തെടുത്തു. ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോമാണ്, വേരിയബിളാണ്, കോൺസ്റ്റൻ്റ് അല്ല. സോ ഇൻ്റഗ്രൽ E സ്ക്വയർ dv. ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇതാണ് U കാണുക. U എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഇങ്ങനെ കാണണം. ഓക്കെ, ഇനി ഞാനിവിടെ എനർജി ഡെൻസിറ്റി ഞാൻ ഇങ്ങനെ എഴുതിയല്ലോ. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവം ഞാൻ ഇങ്ങനെ എഴുതി. ഇപ്പം നമ്മൾ കപ്പാസിറ്റർ നമ്മൾ മുന്നേ ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട് 2-3 ക്ലാസ് മുന്നേ. അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് പോസിറ്റീവ് ഒരു പ്ലേറ്റ് നെഗറ്റീവ് ഇങ്ങനെ ചാർജ്ഡ് ആയിട്ട് ഇങ്ങനെയല്ലേ നിൽക്കുക. അപ്പോൾ ഈ പ്ലേറ്റുകൾ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ഈ ഫോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ. ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് അല്ലേ, രണ്ട് പ്ലേറ്റും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ലേ. ആ ഫോഴ്സിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ ഒന്നിങ്ങനെയായിരുന്നു, Q²/2ε0a. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്, ഇതിലുള്ള ചാർജാണ് ഇതിൽ +Q ഇതിൽ -Q, അങ്ങനെയല്ലേ ചാർജ് അല്ലേ. അല്ലെങ്കിൽ ഇതിന് തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഒന്ന് നോക്കിയാൽ മതി. ഹാഫ് ε0 E²a എന്നാണ് നമ്മൾ എഴുതിയത്. ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്, ഒരു കപ്പാസിറ്ററിൽ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ഇങ്ങോട്ട് എടുക്കുക. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷർ അല്ലേ. അപ്പോൾ ഈക്വൽ ടു ഹാഫ് ε0 E² വരൂലേ. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. അപ്പോൾ ആ ഫോഴ്സ് ബൈ ഏരിയ ഇത് പ്രഷറാണ്. ഈ പ്രഷറിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയും.
ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ പി ഈക്വൽ ടു അല്ലേ ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ഈക്വൽ ഹാഫ് അപ്സിലോൺ സീറോ ഇ സ്ക്വയർ വരും അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഈക്വൽ ടു ഹാഫ് അപ്സിലോൺ സീറോ ഇ സ്ക്വയർ. കണ്ടോ ഇത് കണ്ടോ, ഇത് യു ബാർ എനർജി ഡെൻസിറ്റി കണ്ടോ, ഹാഫ് അപ്സിലോൺ സീറോ ഇ സ്ക്വയർ. എനർജി ഡെൻസിറ്റി ഹാഫ് അപ്സിലോൺ സീറോ ഇ സ്ക്വയർ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഹാഫ് അപ്സിലോൺ സീറോ ഇ സ്ക്വയർ. അപ്പോൾ ദേ ആർ ഡയമെൻഷനലി ഈക്വൽ അല്ലേ രണ്ടും, എനർജി ഡെൻസിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷറും. ഓക്കെ, ഇനി ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. കപ്പാസിറ്ററിൽ ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ അപ്സിലോൺ സീറോ ആയിരുന്നു അല്ലേ. ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഫുൾ ഫ്രീ സ്പേസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? സിഗ്മ ബൈ അപ്സിലോൺ. സിഗ്മ ഇസ് കോൾഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലേ. സിഗ്മ ഈക്വൽ ക്യൂ ബൈ എ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ അപ്സിലോൺ സീറോ ആണ്. അതിവിടെ കൊടുത്താലോ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഈക്വൽ ടു ഹാഫ് അപ്സിലോൺ സീറോ ഇ സ്ക്വയർ. ഇ ഈസ് ദ ഈക്വൽ സിഗ്മ ബൈ അപ്സിലോൺ സീറോ. സിഗ്മ ബൈ അപ്സിലോൺ സീറോ ആണ് ഇ, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. സോ അപ്സിലോൺ സീറോ ക്യാൻസൽ. ഇപ്പോൾ ഒരു അപ്സിലോൺ സീറോ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2 അപ്സിലോൺ സീറോ വരും. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ സിഗ്മ സ്ക്വയർ ബൈ 2 അപ്സിലോൺ സീറോ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2 അപ്സിലോൺ സീറോ. ഓക്കെ, നെക്സ്റ്റ് effect of dielectric between the plates of a capacitor. Effect of dielectric between the plates of a capacitor. ഓക്കെ, രണ്ട് കേസ് ഉണ്ട്. ഒരു കപ്പാസിറ്റർ വിചാരിക്കുക. കപ്പാസിറ്റർ നമ്മൾ ഒരു ബാറ്ററി ഉപയോഗിച്ച് ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, ഇത് നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്തു. അപ്പോൾ ഇത് ഫുള്ള് ചാർജായ, ഇപ്പോൾ ഉള്ള ചാർജ് ക്യൂ ആണ്, ഫുൾ ചാർജായി. ചാർജ് ക്യൂ ആയി കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പിന്നെ ഫുള്ള് ചാർജ് ആയാലും നമ്മൾ പറഞ്ഞാൽ ഫുള്ള് ചാർജ് ആയാലും ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വി. അപ്പോൾ ഈ ഫുള്ള് ചാർജ് ആയതിന് രണ്ട് രീതിയിൽ പറയണം. ഫുള്ള് ചാർജ് ആയതിന് ശേഷം നമ്മൾ ഈ ബാറ്ററീനെ ഡിസ്കണക്ട് ചെയ്തു. മനസ്സിലാക്കണേ, ചാർജ് ചെയ്തതിന് ശേഷം, ഫുൾ ചാർജ് ആയതിന് ശേഷം ബാറ്ററീനെ ഡിസ്കണക്ട് ചെയ്തു. ഈ ബാറ്ററീനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ബാറ്ററി ഡിസ്കണക്റ്റഡ് ആണ്. ബാറ്ററി ഡിസ്കണക്റ്റഡ് മനസ്സിലാക്കണേ. രണ്ട് രീതിയിൽ പഠിക്കാനുണ്ട്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താലും ഇനി ബാറ്ററി അവിടെ തന്നെ വെച്ചാലും രണ്ടും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇത് ഓരോന്നും ഒരു 4-5 പോയിന്റ് പറയും. ഇതിൽ തന്നെ 4-5 പോയിന്റ് പറയും. ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഫുള്ള് ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. ഇതാണ് ചെയ്ത കാര്യം. എന്നിട്ട് ഓരോ പോയിന്റ്, എന്നിട്ട് നമ്മൾ എഫക്റ്റ് ഓഫ് ഡൈഇലക്ട്രിക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെക്കുക. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം ഒരു ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ ഡൈഇലക്ട്രിക് വെച്ചു. ഡൈഇലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഒരു ഡൈഇലക്ട്രിക് വെച്ചു. ഡൈഇലക്ട്രിക്കിന് ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടാവില്ല കെ. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡൈഇലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ്, നേരത്തെ കപ്പാസിറ്റൻസ് എന്നറിയും. ഇത് വെക്കുന്നതിന് മുന്നേ കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് അപ്സിലോൺ 0a/d എന്നല്ലേ. ഇത് വെച്ചാലോ, ഡൈഇലക്ട്രിക് വെച്ചാൽ കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് എപ്പോൾ ഡൈഇലക്ട്രിക് വെച്ചാൽ എന്താവും? ഡൈഇലക്ട്രിക് വെച്ചാൽ കെ അപ്സിലോൺ 0a/d എന്നാവും. അപ്പോൾ കെ ടൈംസ് ആവും അല്ലേ. നേരത്തെ അപ്സിലോൺ 0a/d, ഇപ്പോൾ കെ അപ്സിലോൺ 0a/d എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു, അപ്പോൾ കെ ടൈംസ് ആയില്ലേ. അപ്പോൾ കപ്പാസിറ്റൻസ് ഡൈഇലക്ട്രിക് വെച്ചാൽ എപ്പോഴും കപ്പാസിറ്റൻസ് ബിക്കംസ് കെ ടൈംസ്. കപ്പാസിറ്റൻസ് കെ ടൈംസ് ആവും. കെ ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലേ. ഇനി ഒരു കപ്പാസിറ്ററിൻ്റെ ഇടയിൽ സാധാരണ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ അപ്സിലോൺ 0 എന്നാണ്
അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഫ്രീ സ്പേസ് ആണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്നാണ്. മീഡിയം വെച്ചാൽ നിങ്ങൾ എന്താ പഠിച്ചേ? മീഡിയം വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ഥാനത്ത് എന്താവും? അടിയിലൊരു കെ വരും അല്ലേ? എപ്സിലോൺ സീറോൻ്റെ സ്ഥാനത്ത് എപ്സിലോൺ സീറോ കെ വരും അല്ലേ? അങ്ങനെയല്ലേ? മീഡിയം വരുമ്പോൾ എപ്സിലോൺ സീറോൻ്റെ കൂടെ ഇപ്പോൾ കപ്പാസിറ്റൻസ് നോക്കിക്കോ. കപ്പാസിറ്റൻസ് എപ്സിലോൺ സീറോ എ ബൈ ഡി ആണ് കപ്പാസിറ്റൻസ്. അപ്പോൾ എപ്സിലോൺ സീറോൻ്റെ കൂടെ മീഡിയം വരുമ്പോൾ എപ്സിലോൺ സീറോൻ്റെ കൂടെ കെ വരും. എപ്സിലോൺ സീറോ എവിടെയാണുള്ളത്? അതിൻ്റെ കൂടെ കെ വരും. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആയിരുന്നു. മീഡിയം വെച്ചാൽ എന്താവും? എപ്സിലോൺ സീറോൻ്റെ കൂടെ എപ്സിലോൺ സീറോൻ്റെ കൂടെ ഒരു കെ വരും. കെ ഈസ് കോൾഡ് ഡൈലക്ട്രിക്. അപ്പോൾ കെ വന്നത് താഴെയാണ് അല്ലേ? ഡിനോമിനേറ്ററിലാണ്. അതിൻ്റെ അർത്ഥം താഴെ വന്നാൽ അർത്ഥം എന്നാ? ഇലക്ട്രിക് ഫീൽഡ് എന്താവും? ഇലക്ട്രിക് ഫീൽഡ് 1/k ആവും. അടിയിലല്ലേ? ഡിനോമിനേറ്ററിലല്ലേ വന്നത്? അപ്പോൾ 1/k ആവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ബിക്കം 1/k ടൈംസ്. ഇലക്ട്രിക് ഫീൽഡ് 1/k ടൈംസ് ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായി? ഇലക്ട്രിക് ഫീൽഡ് 1/k ആയി. ഇലക്ട്രിക് ഫീൽഡ് എന്തായി? 1/k. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 1/k ആയാലും എന്താവും? ഇത് 1/k ആകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും 1/k ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിക്കംസ് 1/k ടൈംസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1/k ആവും. ഇനി ഓക്കെ, Q ഈക്വൽ ടു സി വി എന്നല്ലേ? Q ഈക്വൽ ടു സി വി അല്ലേ? Q ഈക്വൽ സി വി. പക്ഷേ കപ്പാസിറ്റൻസ് എന്തായി? ആലോചിക്കുക, കപ്പാസിറ്റൻസ് കെ ടൈംസ് ആയി. അപ്പോൾ ഇത് കെ ടൈംസ് ആയി. കപ്പാസിറ്റൻസ് കെ ടൈംസ് ആയി. എപ്പോൾ ഇവിടെ ഡൈലക്ട്രിക് മീഡിയം വെച്ചാൽ കപ്പാസിറ്റൻസ് കെ ടൈംസ് ആയി. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1/k ആയി. അപ്പോൾ ഇത് കെ ടൈംസ് ആയി, ഇത് 1/k ടൈംസ് ആയി. അപ്പോൾ ഇത് ക്യാൻസലായി. എന്നാൽ ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. Q കോൺസ്റ്റൻറ്റ്. അപ്പോൾ ചാർജ് സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ പഠിച്ച എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ യു. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്താവും? യുവിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. യുവിൻ്റെ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഇക്വേഷൻ Q²/2C. Q കോൺസ്റ്റൻ്റാണ്. നോക്കൂ, Q കോൺസ്റ്റൻറ്റ്. അപ്പോൾ Q കോൺസ്റ്റൻ്റാണ്. കപ്പാസിറ്റൻസ് എന്തായി? കപ്പാസിറ്റൻസ് കെ ടൈംസ് ആയി. അപ്പോൾ ഇവിടെ മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസ് കെ ടൈംസ് ആവും. അപ്പോൾ ഇവിടെ കെ ടൈംസ് ആകുമ്പോൾ കെ വരും. മീഡിയം വന്നാൽ കെ വരും. അപ്പോൾ അടിയിലാണ് കെ, ഡിനോമിനേറ്ററിൽ കെ വരുന്നതുകൊണ്ട് എന്താവും? ഡിനോമിനേറ്ററിൽ കെ വരും, കപ്പാസിറ്റൻസ് കെ ടൈംസ് ആവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ കെ വരുമ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്താവും? എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ 1/k ടൈംസ് ആവും. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ബിക്കംസ് 1/k ടൈംസ്. ഓക്കെ, ഇത് ഏത് സിറ്റുവേഷനിലാണ്? എന്തായിരുന്നു സിറ്റുവേഷൻ? ഒരു കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിനെ നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററീനെ റിമൂവ് ചെയ്തു. ബാറ്ററി ഡിസ്കണക്റ്റഡ്. അത് മെയിൻ പോയിൻ്റാണ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഈ ഡൈലക്ട്രിക് മീഡിയം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. K ഈസ് കോൾഡ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത കേസ്, ഈ കപ്പാസിറ്ററിനെ നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്തു. ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് B. ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്തു. അപ്പോൾ ഇത് ഫുള്ള് ചാർജായേ. ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്തു. എന്നിട്ട് ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ബാറ്ററി കണക്റ്റഡാണ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്നില്ല. ബാറ്ററി റിമെയിൻസ് ദർ. ഇവിടെ നമ്മൾ ബാറ്ററീനെ എന്ത് ചെയ്തതിന്? റിമൂവ് ചെയ്തത്. ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററീനെ റിമൂവ് ചെയ്തതിന്. ഇവിടെ ചാർജ് ചെയ്തു, പക്ഷേ ബാറ്ററി അവിടെ തന്നെ ഉണ്ട്. ബാറ്ററി കണക്റ്റഡാണ്. ബാറ്ററി കണക്റ്റഡ് ആണെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കുക, ബാറ്ററി കണക്റ്റഡ് അല്ല, ബാറ്ററി കണക്റ്റഡ് ആക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ മീഡിയം വെച്ചു. മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K. ബാറ്ററി റിമെയിൻസ് ദർ. എന്നിട്ട് മീഡിയം വെച്ചു. നേരത്തെ ബാറ്ററീനെ റിമൂവ് ചെയ്തിട്ടാണ് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഡൈലക്ട്രിക് മീഡിയം. ഇപ്പോൾ ബാറ്ററി അവിടെ തന്നെ ഉണ്ട്, എന്നിട്ട് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. മക്കളെ, ബാറ്ററി അവിടെ തന്നെ ഉണ്ടെങ്കിൽ, ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? V. ബാറ്ററി അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിക്കണ്ടേ, ബാറ്ററി ആയിട്ട് എപ്പോൾ കണക്റ്റഡ് തന്നെയല്ലേ? ബാറ്ററി അവിടെ തന്നെ ഉണ്ടെങ്കിൽ
എന്ത് സംഭവിച്ചാലും ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതങ്ങ് ഓർമ്മിച്ചായി. ബാറ്ററി അവിടെ തന്നെ നേരത്തെ ബാറ്ററി റിമൂവ് ചെയ്തുകൊണ്ടാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായത് 1/k ടൈംസ് ആയത്. ഇപ്പോൾ ബാറ്ററി അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഈ എന്ത് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താലും ബാറ്ററി അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാറ്ററി അവിടെ തന്നെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും ആണ് മെയിൻ പോയിന്റ്. ബാറ്ററി അവിടെ തന്നെ റിമെയിൻസ് കണക്റ്റഡ് ആയതുകൊണ്ട് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താലും ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയി. ഇനി ഓരോ നോക്കിയായി. കപ്പാസിറ്റൻസ് എന്താ? കപ്പാസിറ്റൻസ് എപ്പോഴും മീഡിയം വന്നാൽ മീഡിയം ഇല്ലെങ്കിൽ എത്ര? മീഡിയം ഇല്ലെങ്കിൽ എപ്സിലോൺ 0/d. മീഡിയം ഇല്ലെങ്കിൽ എപ്സിലോൺ 0/d കപ്പാസിറ്റൻസ്. മീഡിയം വന്നാൽ k എപ്സിലോൺ 0/d. അതെപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എന്താവും? k ടൈംസ് ആവും. കപ്പാസിറ്റൻസ് k ടൈംസ്. ഓക്കെ. ഇനി ചാർജോ? ചാർജ് Q = CV എന്നല്ലേ? Q = CV. അപ്പോൾ ചാർജ് എന്താവും? കപ്പാസിറ്റൻസ് k ടൈംസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം. ഇത് സെയിമാണ്. ഇത് k ടൈം. അപ്പോൾ ഇത് k ടൈംസ് ആയതുകൊണ്ട് ഇത് k ടൈംസ് ആവും. അപ്പോൾ ചാർജ് k ടൈംസ് ആവും. കാരണം ഇത് സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. കപ്പാസിറ്റൻസ് k ടൈംസ് ആവുന്നതുകൊണ്ട് ചാർജ് k ടൈംസ് ആവും. ഓക്കെ. അപ്പോൾ ബാറ്ററി അവിടെ തന്നെ വെച്ചുകൊണ്ട് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം, പക്ഷേ ചാർജ് k ടൈംസ് ആവും. അപ്പോൾ ഇതിലുള്ള ചാർജ് k ടൈംസ് ആവും. ചാർജ് പിന്നെയും കൂടും. കണ്ടാ, ചാർജ് പിന്നെയും കൂടും. അതാ സംഭവിക്കുക. മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബാറ്ററി അവിടെ തന്നെ വെച്ചുകൊണ്ട് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചാർജ് k ടൈംസ് ആവും. അപ്പോൾ ഇതിലുള്ള ചാർജ് പിന്നെയും കൂടുക ചെയ്യുക. ഓക്കെ. ഇനി അതാ നോക്കണ്ടേ? ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E=V/d എന്നല്ലേ? V/d അല്ലേ? V പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? V = ED. അപ്പോൾ V/d. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? D എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ ഡിസ്റ്റൻസ് അല്ലേ? D കോൺസ്റ്റൻ്റ് അല്ലേ? ഡിസ്റ്റൻസ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിമാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സെയിമാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സെയിമാണ്, കോൺസ്റ്റൻ്റാണ് ഈ കേസിൽ. ഇനി നോക്കേണ്ടത് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അല്ലേ? യുവിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. U = ഇതെടുത്തോ, ½ CV² എടുത്തോ. U = ½ CV². ഇത് V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിമാണ്. ഇത് സെയിമാണ്. അതുകൊണ്ട് അത് നോക്കണ്ട. കപ്പാസിറ്റൻസ് എന്താണെന്നുണ്ട്? കപ്പാസിറ്റൻസ് k ടൈംസ് ആവും. അപ്പോൾ ഇത് k ടൈംസ് ആവുകൊണ്ട് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററും k ടൈംസ് ആവും. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ബിക്കംസ് k ടൈംസ്. ഈ രണ്ട് കേസുകൾ ഓർമ്മിക്കുക. ഓക്കെ, റെഡി. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്താം.